ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിക വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ രാമായണത്തിലെ സുമിത്ര എന്ന കഥാപാത്രത്തെ കുറിച്ചാണ്. ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് സുമിത്ര. അയോധ്യ രാജാവായിരുന്ന ദശരഥന്റെ 3 ഭാര്യമാരിൽ മൂന്നാമത്തതായിരുന്നു സുമിത്ര. ഇരട്ടപുത്രന്മാരായ ലക്ഷ്മണന്റെയും ശത്രുഘ്നന്റെയും മാതാവുമാണ്. പുരാണ രാജ്യമായ കാശിയിലാണ് സുമിത്രയുടെ ജനനം. ദശരഥന്റെ 3 ഭാര്യമാരിൽ ഏറ്റവും ബുദ്ധിമതി സുമിത്രയായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. കൂടാതെ രാമൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് ആദ്യം മനസ്സിലാക്കിയത് സുമിത്രയാണെന്ന് പറയുന്നു. കോസലപതിയും കൗസല്യാപതിയുമായ ദശരഥ മഹാരാജാവിന് ഏറെക്കാലം പുത്രഭാഗ്യം ലഭിച്ചില്ല. അപ്പോഴാണ് അദ്ദേഹം കാശി രാജകുമാരിയായ സുമിത്രയെ വിവാഹം കഴിക്കുന്നത്. സുമിത്ര ഒരു വൈശ്യപ്രഭുവിന്റെ മകളാണെന്നും മകളെ അദ്ദേഹം രാജാവിന് സമ്മാനിച്ചതാണെന്നും കഥയുണ്ട്. സുമിത്രയിലും കുട്ടികളില്ലാതെ വന്നപ്പോൾ ദശരഥൻ കേകയ രാജകുമാരിയെ കൈകേയി വിവാഹം ചെയ്തു. അതിസുന്ദരിയും തന്റേടിയുമായ കൈകേയിയുടെ കൈകളിലായി പിന്നെ ദശരഥൻ. സുമിത്ര അങ്ങനെ പലതുകൊണ്ടും 3ാം സ്ഥാനക്കാരി ആവുകയായിരുന്നു. എങ്കിലെന്ത്, അവഗണിക്കപ്പെട്ടവൾക്കാണ് ഒരർത്ഥത്തിൽ ഭാഗ്യം വന്നത്. മറ്റുള്ളവർക്ക് ഓരോ പുത്രന്മാരെ ലഭിച്ചപ്പോൾ സുമിത്രയ്ക്ക് 2 പേരെ ലഭിക്കുകയുണ്ടായല്ലോ, ലക്ഷ്മണനും ശത്രുഘ്നനും. ശ്രീരാമന് പ്രിയപ്പെട്ടവനായി ലക്ഷ്മണൻ, ശത്രുഘ്നൻ ഭരതന്റെയും. തന്മൂലം രാമനെ കാട്ടിലേക്ക് അയക്കുന്ന പ്രശ്നത്തിൽ കൗസല്യ ദുഃഖിക്കുമ്പോഴും ഭരതൻ രാജാവാകുമല്ലോ എന്നോർത്ത് കൈകേയി ആഹ്ലാദിക്കുമ്പോഴും സുമിത്ര സന്തുലിതമായ മനസ്സിന്റെ ഉടമയായി നിന്നു. സുമിത്ര എന്ന പേരും വളരെ അർത്ഥവത്തായിട്ടുണ്ട്. കൗസല്യയ്ക്കും കൈകേയിക്കും ഇടയിൽ, രാമനും ഭരതനും ഇടയിൽ സൗമിത്രത്തിന്റെ അഥവാ സാഹോദര്യത്തിന്റെ പൊൻചിരട്ടാണ് അവൾ. കാടും നാടും സുമിത്രയ്ക്ക് ഒരുപോലെയാണ്. സുഖവും ദുഃഖവും അവൾക്ക് ഒരുപോലെയാണ്. ഒരു മകൻ ലക്ഷ്മണൻ കാട്ടിപ്പോയതിന്റെ ദുഃഖമാകട്ടെ, മറ്റൊരു മകനായ ശത്രുഘ്നൻ നാട്ടിൽ അടുത്തുണ്ടല്ലോ എന്ന സന്തോഷമാകട്ടെ സുമിത്രയെ വലുതായി ബാധിക്കുന്നില്ല. സമത്വ ബുദ്ധിയും സന്തുലിതമായ മനസ്സും കൊണ്ട് സുമിത്ര ഒരു തത്വചിന്തകയുടെ ഔന്നത്യം കൈവരിച്ചതുപോലെ തോന്നാം. സൗമ്യവും ശാന്തവുമായ പ്രകൃതം അവളെ അധിക നേരം കൗസല്യയുടെ കൂടെ കഴിയാൻ പ്രേരിപ്പിച്ചു. സുമിത്രയ്ക്ക് രാമായണത്തിൽ രത്നശോഭ കൈവരുന്ന ഒരു സന്ദർഭമുണ്ട്. വനവാസത്തിന് പുറപ്പെട്ടു വന്ന സീതാരാമ ലക്ഷ്മണന്മാരെ ഓരോരുത്തരെയായി ആശ്ലേഷിച്ച് അനുഗ്രഹിക്കുമ്പോഴാണത്. ഒടുവിൽ സ്വപുത്രനായ ലക്ഷ്മണന്റെ മൂർധാവിൽ മുകർന്ന് സുമിത്ര പറയുന്ന വരികൾ ലോകപ്രശംസ നേടിയതാണ്. ആ വരികളുടെ അർത്ഥം ഇതാണ്: ശ്രീരാമനെ നീ ദശരഥനായി കാണണം. സീതയെ നിന്റെ മാതാവെ എന്നെപ്പോലെയും കണ്ട് സ്നേഹാദരങ്ങൾ നൽകണം. ഘോരവനത്തെ അയോധ്യയാണെന്ന് കരുതിക്കൊള്ളുക. യാത്ര സുഖമാകട്ടെ. മകനെ, നീ പോയി വരിക. രാമായണത്തിലെ 24,000 ശ്ലോകങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഇതാണെന്ന് മഹാപണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. സുമിത്രയുടെ നാവിലൂടെ വരുന്നതാണിത്. ഈ ശ്ലോകത്തിന് തത്വചിന്തപരമായും മറ്റു ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പറയിവറ്റ പന്തിരുകുലം എന്ന കഥയിലെ നായകൻ വരരുചി മഹർഷിയാണ്. വിക്രമാദിത്യ മഹാരാജാവിന്റെ പണ്ഡിത സദസ്സിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കുഴക്കിയ ഒരു ചോദ്യത്തിന്റെ ഉത്തരമെന്ന നിലയിൽ സുമിത്രയുടേതായ ഈ ശ്ലോകം കൂടുതൽ പ്രശസ്തി ആർജിക്കുകയുണ്ടായി. രാമായണ രചനയ്ക്ക് മുമ്പ് വാൽമീകി മഹർഷിയിൽ നിന്നും മാനിഷ്യാത പ്രതിഷ്ഠാം എന്ന് തുടങ്ങുന്ന ഒറ്റ ശ്ലോകം ഉണ്ടായല്ലോ, അതുപോലെ രാമായണത്തിന്റെ മുഴുവൻ സത്തായ ഒരു ശ്ലോകം പിന്നീടുണ്ടായി. അത് സുമിത്രയിലൂടെയാണ്. പലരും സുമിത്രയുടെ മഹത്വം വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. സുമിത്രാദേവി നൽകുന്ന സന്ദേശം നിസ്സംഗതയുടെയാണ്. സമസ്ത ലോകത്തിനും മാനസികാനന്ദം അനുഭവിക്കാനുള്ള